ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് റെസിപ്പി രണ്ടെണ്ണമാണ് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മാക്സിമം ഇങ്ങനെയൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മില്ലറ്റ്സ് ആണ്. മില്ലറ്റിൽ എടുത്തിരിക്കുന്നത് ചാമാരി, വിച്ച് ഇസ് കോൾഡ് ഫോക്സ് ടെയിൽ മില്ലറ്റ് ഓർ സ്മോൾ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ചാമ അരി കൊണ്ടാണ് നമ്മൾ രണ്ട് റെസിപ്പി കാണാൻ പോകുന്നത്. ചാമ അരി ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പാലക്ക് കൊണ്ടുള്ള വടയാണ്. അതിന് പാലക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വടപ്പരിപ്പ് കുതിർത്തിട്ടിട്ട് അതിലേക്ക് വേണ്ട മസാലകളെല്ലാം ഇട്ടിട്ട് സാധാരണ പരിപ്പ് വടയിൽ എങ്ങനെയാണോ നിങ്ങൾ പാലക്ക് കൊണ്ട് ചെയ്യുക അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാമ അരിക്ക് 1 ഗ്ലാസ് ചാമയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് 3 വിസിൽ കൊടുത്തിട്ട്, അതായത് ചെറിയ രീതിയിൽ വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ തൈര് ചോറാണ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. ആ കുഴഞ്ഞതിലേക്ക് നിങ്ങൾ തൈര് ഒഴിക്കുക. അതിനുശേഷം കടുക്, വറ്റൽമുളക്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, അതേമാതിരി തന്നെ കടലപ്പരിപ്പ്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടി വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ അരി കൊണ്ടുള്ള കേർഡ് റൈസ് റെഡി. ഞാൻ കൊണ്ടാട്ട മുളക് 2 വട കടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം, പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്ക് പകരം സ്വീറ്റ് പൊട്ടേറ്റോ ആണ് ഉപ്പേരിയായിട്ട് വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നിങ്ങൾ കാണുന്നത്. പ്ലസ് എനിക്ക് ഓർഡേഴ്സും ഈ മില്ലറ്റിന് വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കാരിപ്പം മില്ലറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട്. ഇനി അടുത്ത റെസിപ്പി എന്ന് നോക്കുകയാണെങ്കിൽ ചാമ അരി കൊണ്ട് സാമ്പാർ സാദമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ഗ്ലാസ് ചാമ അരി, 1 ഗ്ലാസ് നമ്മൾ പരിപ്പെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് കഴുകുക, എന്നിട്ട് അരമണിക്കൂർ സെയിം ഇതേപോലെ കുതിർത്ത് വയ്ക്കുക. ഞാനിവിടെ ചാമ അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാൻ വേറെയും മില്ലറ്റുകൾ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് സാമ്പാർ സാദം. അതിന് ഞാൻ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ റെഡിയാണ്. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കടുക്, ജീരകം, ഉലുവ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിനെ നന്നായി പൊട്ടിക്കുക. അതിലേക്ക് പച്ചമുളക് ഇടുന്നു. അതിനുശേഷം നമ്മൾ സവോള ഇടുന്നു, നന്നായി വഴറ്റുന്നു. സാമ്പാർ പൊടി ഇടുന്നു, നന്നായി വഴറ്റുന്നു. ഇതാണ് പ്രോസസ്സ് ആവാൻ പോകുന്നത്. ഞാനിനി ചാമ അരി കുറിച്ച് പറയട്ടെ. ചാമ അരി എത്ര ബെനിഫിറ്റ് ഉള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മില്ലറ്റ്സ് എന്ന് പറയുന്നത് തന്നെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ചോറിന്ന് മില്ലറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇപ്രാവശ്യത്തെ IMFൽ അതൊന്ന് പരീക്ഷിച്ചതാണ്. ഇപ്പോൾ ചോറ് തന്നെ കഴിക്കണം എന്നുള്ള നിർബന്ധം ഞാൻ എന്നെ തന്നെ മാറ്റി വെച്ചിട്ട് ഞാൻ മില്ലറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്രാവശ്യം IMFൽ എടുത്ത വേറൊരു തീരുമാനം. നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വേഗം പറയൂ. അങ്ങനെ ഒരു പ്രോസസ്സിനെ വേഗം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയണമല്ലോ. പക്ഷേ ഇതാണ് ഞാൻ ഒരു ചേഞ്ച് വരുത്തിയത്. സോ ഞാനിവിടെ ഒരു 3 സ്പൂണ് സാമ്പാർ പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റിയതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയും കൂടി നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഞാൻ പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പുളി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ പുളിയും കൂടി ഇട്ടിട്ട് ആ പുളിയുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ അതിന് പകരം തക്കാളി കുറച്ച് കൂടുതൽ എടുത്തു എന്ന് മാത്രം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണ്. ഞാൻ എല്ലാ വെജിറ്റബിൾസും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ ബൗളോളം വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ അതായത് ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഇത് തന്നെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ വെജിറ്റബിൾസും അതിലേക്ക് ആക്കാൻ നോക്കും. ഞാൻ ക്യാപ്സിക്കം തൊട്ട് എല്ലാം എടുക്കാറുണ്ട്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റുന്നു. അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ചാമ അരിയും പരിപ്പും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ സാമ്പാർ സാദം ആയാലും നമ്മളിപ്പോൾ കേർഡ് റൈസ് ആയാലും നമുക്ക് നന്നായി കുഴഞ്ഞിട്ട് വേണം വരാൻ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നന്നായി വെച്ചോളൂ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസോ 3 ഗ്ലാസോ വെച്ചാലും ദോഷമില്ല കേട്ടോളൂ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സാമ്പാർ സാദം കുറച്ച് കുഴഞ്ഞിരുന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മിണുക്കനെ ഒരുമാതിരി കട്ടയായിട്ട് ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല.
നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം വിസിൽ വെക്കുന്നു. ഒരു 5 വിസിൽ കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സാമ്പാർ സാദം റെഡി ആയിരിക്കും. അത് നന്നായിട്ട് ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ 5 വിസിൽ കഴിഞ്ഞു. നമ്മൾ തുറക്കുന്നു. തുറന്നു കഴിയുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും സാമ്പാർ സാദം. അപ്പോൾ ഒന്നും നമ്മൾ മിസ് ചെയ്യുന്നില്ല, നമ്മുടെ ഫ്ലേവർ ഒന്നും മിസ് ചെയ്യുന്നില്ല. മില്ലറ്റ് എല്ലാം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു വായയ്ക്കുള്ള രുചിയോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ മിസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നമ്മുടെ രുചിക്കായിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യണം. വീണ്ടും സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊരു 4 ദിവസം ഈ ഒരു സംഭവം കഴിക്കാനുണ്ടാവും. അപ്പോൾ അതേ തന്നെയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ യെസ്, മിക്കവാറും ദിവസങ്ങളിൽ അതേ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൽ പ്രിപ്പയർ ചെയ്തിട്ട് നേരത്തെ കൂട്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഫുഡ് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ മില്ലറ്റാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിന് അതൊരു പ്രശ്നം വരുന്നില്ല. നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ബാക്കിയുള്ളവർക്ക് എന്താ ഉണ്ടാക്കിയത്? ഞാൻ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിയത് സേവയാണ്. കുറച്ച് സേവ നല്ലോണം ഉണ്ടാക്കിയിട്ട് അതിനെ 3 ആക്കി അങ്ങോട്ട് പങ്കി. അതായത് ലെമൺ സേവ ഉണ്ടാക്കി, തക്കാളി സേവ ഉണ്ടാക്കി, അതേമാതിരി തന്നെ സാധാരണ കോക്കനട്ട് സേവ ഉണ്ടാക്കി. അതിനൊക്കെ ബേസ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ പാകത്തിനുള്ള പീനട്ട് ചട്നിയും ഉണ്ടാക്കി വെച്ചു. എല്ലാവർക്കും ഇപ്പം മില്ലറ്റ് കഴിച്ചോളണമെന്ന് നിർബന്ധമില്ല, എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വീട്ടിലുള്ളവർക്കൊന്നും അത് ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. പ്ലസ് എന്തായാലും എനിക്ക് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓർഡേഴ്സിൻ്റെ ഭാഗമായിട്ടും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മില്ലറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ മില്ലറ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് പോയി. ഈ സേവ ഉണ്ടായിരുന്നു, സേവയുടെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്ക് കൊണ്ടുള്ള വട, അതേമാതിരി തന്നെ നമ്മുടെ മില്ലറ്റ് ചാമരി കൊണ്ടുള്ള നമ്മുടെ സാമ്പാർ സാദവും റെഡിയായി. കൂടെ തന്നെ നമ്മളുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈയും റെഡിയായി. ഇത് രണ്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വീണ്ടും നമുക്ക് കാണാം. ട്ടോളൂ.